SIR നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ബീഹാറിൽ നടപ്പിലാക്കിയതിൻ്റെ ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബീഹാറിൽ ഈ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ BJP ഇതര വോട്ടുകൾ പട്ടികയിൽ നിന്ന് കൂട്ടത്തോടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി വോട്ടർ പട്ടികയെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇതിൻ്റെ പിറകിലുള്ളത്. കേരളത്തിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത ഇപ്പോഴും വന്നു കഴിഞ്ഞിട്ടില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ, പ്രവാസികൾ, അവരുടെ വോട്ട് എങ്ങനെ നിലനിർത്തുമെന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. 2002 ശേഷം പട്ടികയിൽ വന്നിട്ടുള്ള ആളുകൾ പുതുക്കുമ്പോൾ 2002 മേലെയുള്ള ആളുകൾ, അതിനുശേഷം വന്നവരെല്ലാവരും രേഖകൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തുടർന്നുള്ള നിലപാടെന്ത് എന്നുള്ളത് ആവശ്യമായത്ര കൂടിയാലോചന നടത്തി തയ്യാറെടുപ്പ് കൊടുത്ത് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള അവസാന നിലപാട് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു പരിശോധന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് നടത്തി തുടർന്ന് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ എടുത്തിട്ടില്ല, തീരുമാനമെടുക്കും. എന്നാൽ ഇതിൻ്റെ ഒരു പൊതു സമീപനത്തിൻ്റെ പ്രശ്നത്തിൽ ആർക്കും അഭിപ്രായ ഭിന്നതയില്ല. ഇതാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് പറയാൻ സാധിക്കുക. കൂടുതൽ വ്യക്തത വരുത്തുമ്പോൾ അതിനോടുള്ള നിലപാടെന്ത് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഘട്ടത്തിൽ വ്യക്തമാണ്. അല്ലേ, അപ്പം പ്രവാസികളുടെ വോട്ട് ഇപ്പം സ്വീകരിക്കുന്നൊരു നിലപാടുണ്ടല്ലോ. ഇപ്പോൾ വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട്. അതെല്ലാം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് അവർക്ക് വോട്ടവകാശം ന്യായമായി കിട്ടേണ്ടതാണല്ലോ. അപ്പോൾ അതെല്ലാം എങ്ങനെ ബാധിക്കുമെന്നുള്ളത് നോക്കിയതിന് ശേഷം ഈ പുതിയ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ എങ്ങനെ ഇത് ബാധിക്കും എന്നത് പരിശോധിച്ചതിന് ശേഷമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തി പറയാൻ കഴിയും. ഈ ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ ഒരു ആശങ്ക നിലവിലുണ്ട്. ബീഹാറിന്റെ പശ്ചാത്തലത്തിൽ ആശങ്ക നിലവിലുണ്ട്. ബീഹാറിൽ ഇതിനെ ദുരുപയോഗപ്പെട്ടു. അവർ BLOമാരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് എങ്ങനെ ഇത് ചെയ്യണം, പട്ടിക എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ച് നിർദ്ദേശം നൽകുന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കേണ്ടായി. അത് ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾക്ക് ചേരുന്നതല്ല. കേരളത്തിൽ ഇതിൻ്റെ നടപ്പിൽ വരുത്തൽ എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ വ്യക്തമാവേണ്ടതുണ്ട്. അത് വന്നതിന് ശേഷം ഈ കാര്യത്തിൽ എന്ത് നിലപാട് എന്നുള്ളത് ഞങ്ങൾ പറയാം. അല്ല, അതെ, ഇത് നോക്കിയിട്ട് പറയാം. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യം അർഹതപ്പെട്ട മുഴുവൻ ആളുകളുടെയും വോട്ട് സംരക്ഷിക്കപ്പെടുന്നു. ഇന്ന് നിലവിലുള്ള വോട്ടർമാർ അവരുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് നല്ല ജാഗ്രത പുലർത്തണം. ബീഹാറിൻ്റെ അനുഭവങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വോട്ടവകാശം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ജാഗ്രത ജനങ്ങൾ നല്ല നിലയിൽ പുലർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റു വിഷയങ്ങളെല്ലാം വരുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തത വരുത്താം.